സുരേഷ് കുമാർ ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ SIT-യിൽ മുഖ്യമന്ത്രി പൂർണ്ണമായ വിശ്വാസം രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഗംഭീരമായ അന്വേഷണം മുന്നോട്ടേക്ക് പോവുകയാണെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി. ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ഓഫീസിൽ ഇടപെടുന്നില്ല എന്ന് പറയാൻ കൂടിയാണ് SIT-യിലുള്ള പൂർണ്ണ വിശ്വാസം മുഖ്യമന്ത്രി രേഖപ്പെടുത്തിയത്. സുരേഷ് കുമാർ അതേ SIT തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അതേ പോലീസ് ഉദ്യോഗസ്ഥർ അതേ SIT തന്നെയാണ് ഈ പറയുന്ന തട്ടിപ്പ്, വെട്ടിപ്പ്, വഞ്ചന, വ്യാജരേഖ ചമക്കൽ അങ്ങനെ IPC-ലെ സകലമാന വകുപ്പുകളും CPM നേതാക്കളായി 3 പേർക്കെതിരെയും ഇട്ടത് സുരേഷ് കുമാർ. എന്നിട്ടും നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ലെങ്കിൽ ആ ബോധ്യം വരാത്തതിന് കാരണം ഈ പത്മകുമാർ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ കുറ്റം പറയുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയം വ്യത്യാസമില്ലാതെ സുരേഷ് കുമാർ. അല്ല, അത് എനിക്കും ഹാഷ്മിക്കും കേൾക്കുന്ന പ്രേക്ഷകർക്കും കാണുന്ന പ്രേക്ഷകർക്കും ഒക്കെ വ്യക്തമായി അറിയാവുന്നതാണ്. കുറ്റപത്രത്തിലൂടെ മാത്രമേ ഈ അറസ്റ്റിലായ CPM ബന്ധമുള്ള ആളുകളുടെ കൃത്യമായ പങ്ക് പുറത്തു വരികയുള്ളൂ. ആ പങ്ക് എന്താണെന്ന് മനസ്സിലാക്കിയാലുടൻ തന്നെ അവർക്കെതിരായിട്ടുള്ള നടപടിയുമായി പാർട്ടിക്ക് മുന്നോട്ട് പോയേ മതിയാകൂ. ആ ഒരു നിലയിലാണ് ഈ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്. അവരുടെ പങ്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ആശയ അവ്യക്തത നിലവിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മളിനി എന്തു പറഞ്ഞാലും ശരി, അല്ലാതെ ഇവിടെ BJP ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി പറയുന്നത് പോലെയോ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് പോലെയോ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായി അറിയാം. അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി അവർ CPM-നെതിരായിട്ട് മാത്രം ഇതിനെ സെലക്റ്റീവായി ചുരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പല ഘട്ടങ്ങളിലും SIT-യുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഇവർ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. നേരത്തെ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല, അല്ലെങ്കിൽ വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടി വിളിപ്പിച്ചില്ല. ഇപ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളിയെ ആ കാലയളവിലെ വിഷയങ്ങളും വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. അത് നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോഴേക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊള്ളാം, അതല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആകെ മോശം എന്ന രൂപത്തിൽ വരുത്തി തീർക്കുന്നത് വളരെ മോശമല്ലേ? ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ സീൽ വെച്ച കവറിൽ അന്വേഷണ പുരോഗതി കൃത്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഈ അന്വേഷണം നടന്നില്ല എങ്കിൽ ഈ അന്വേഷണവും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ആകെ മോശമെന്ന് വരുത്തി തീർക്കുന്ന നിലപാട് ശരിയായ ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ തള്ളിപ്പറയുമ്പോൾ എല്ലാ അഴിമതിയെയും എല്ലാ മോഷണത്തെയും ഈ കാലയളവിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മോശമാണ് എന്ന് ഒറ്റവാക്കിൽ തള്ളിപ്പറയാൻ നമുക്ക് കഴിയണം. സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഒരു മന്ത്രിയെ സംബന്ധിച്ച് ഏത് മന്ത്രിയായിക്കൊള്ളട്ടെ ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനോ മറ്റൊരാൾക്കും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ശബരിമല വിഷയം അവർക്ക് വീണ് കിട്ടിയിട്ടുള്ളത്. ഈ വിഷയത്തിൻ്റെ അടിസ്ഥാന ആധാരം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ തീർപ്പ് കൽപ്പിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. രാഷ്ട്രീയ പ്രതിരോധത്തിൽ കടൂർ പ്രകാശിന്റെയും ആന്റണിയുടെയും സോണിയാഗാന്ധിയുടെയും പേരൊക്കെ പറയാം. പക്ഷേ ഇതിലെ ലോജിക്ക് പ്രശ്നം നിങ്ങൾക്കും പിടിയിട്ടുണ്ടല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്ന പോലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ 9 ഇടക്കാല ഉത്തരവുകളിൽ SIT രൂപവൽക്കരിക്കപ്പെട്ട SIT അന്വേഷണത്തിൽ കണ്ടെത്തി കുറ്റക്കാരെന്ന് പറഞ്ഞ് അകത്തിട്ട് കോടതി ആവർത്തിച്ച് ജാമ്യം നിഷേധിക്കപ്പെട്ട 3 പേരാണ് നിങ്ങളുടെ പാർട്ടിക്കാർ. നിങ്ങൾ ആരോപിക്കുന്ന മറ്റു പാർട്ടിക്കാർ ഈ പറയുന്ന പോറ്റിയുമായി ബന്ധമുണ്ടോ ഇല്ലയോ, ഈ പുറത്തു വന്ന ചിത്രങ്ങൾ അവർക്ക് നിലവിൽ ഇതുവരെ അന്വേഷണ സംഘം ഈ ക്ഷേത്രക്കൊള്ളയുമായി നേർക്കുന്ന ഒരു ബന്ധമുണ്ടെന്ന് ഇതുവരെ പറയാത്ത 3 പേരാണ് നിങ്ങൾ പറയുന്ന ബാക്കി 3 പേർ. ഈ 2-3 പേർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ സുരേഷ് കുമാർ? അല്ല, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം വകുപ്പിൻ്റെ കീഴിലുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മളെപ്പോഴും ചർച്ചയെ സെലക്റ്റീവ് ആക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവിനെ സംബന്ധിച്ച് തീർച്ചയായും ഇങ്ങനെ ഒരാൾ അവിടേക്ക് വന്നതിന് കൃത്യമായൊരു മോട്ടീവ് ഉണ്ടാവുമല്ലോ. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അന്ന് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ട് നടന്നവർ ആരൊക്കെ? ഇവിടെ കൃത്യമായി ബഹുമാന്യനായ ശ്രീ മഹേഷ് പണിക്കർ ചോദിച്ചിട്ടുണ്ട്, ഇത്തരം ഒരാൾ ജൻപത് പത്തിലേക്ക് എത്തപ്പെടാനിടയായ സാഹചര്യം എന്ത്? സ്വാഭാവികമായും അത് എന്തു തന്നെയായിരുന്നാലും ശരി അത് ജനങ്ങൾക്കറിയാൻ ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് അറിയാനുള്ള അവകാശമാണത്. അത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അതറിയണം. അതറിയേണ്ടത് കാര്യമില്ല. ആ ഭാഗത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട, ആ ഭാഗത്തെക്കുറിച്ച് നിങ്ങളാരും ഡിസ്കഷൻ നടത്തേണ്ടതില്ല എന്ന തിട്ടൂരം എന്തിനാണ് നമ്മൾ നടപ്പിലാക്കുന്നത്? അവിടെ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ പ്രസിഡന്റ് അദ്ദേഹം മൺമറഞ്ഞു പോയി, പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 തവണയാണ് അവിടെ പോയിട്ടുള്ളത്. സ്വർണം കട്ടെടുത്തയാളെന്ന് പറഞ്ഞയാളും സ്വർണം വിൽക്കുമ്പോൾ അത് വാങ്ങിയയാളും അവരുടെ പ്രസൻസ് ആ 10 ജൻപതിൽ സ്വകാര്യ സന്ദർശനത്തിനകത്ത് ഉണ്ടായിരുന്നു.
പോറ്റിക്കെതിരെയും ഗോവർദ്ധനെതിരെയും കുറ്റപത്രമുണ്ടോ ശ്രീ സുരേഷ് കുമാർ? അവരുടെ യാത്ര അല്ലല്ല, അതിനെ സംബന്ധിച്ചുള്ള അതിനാണല്ലോ ഇപ്പൊ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിളിക്കും എന്ന് പറയുന്നത്. പത്മകുമാറും വാസുവും വിജയകുമാറും കുറ്റപത്രം സമർപ്പിക്കാതെ നിങ്ങൾക്ക് ബോധ്യമാവുന്നില്ലെങ്കിൽ പോറ്റിയുടെയും ഗോവർദ്ധന്റെയും ഈ പറയുന്ന പങ്കിനെ പറ്റി നിങ്ങൾക്ക് ബോധ്യമാവുന്നത് എങ്ങനെയാണ്? അല്ല, തീർച്ചയായും വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇപ്പോൾ MBയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുമെന്ന് മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. MBയെ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ, അതിന്റെ കോൺസിക്വൻസസ് പുറത്തു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അടുത്ത ഡിസ്കഷൻ നടത്തേണ്ടുന്നത്. ഈ പറയുന്ന 9 പേരും അകത്ത് കിടക്കുന്നത് ശബരിമലയിലെ ക്ഷേത്രക്കുള്ള കേസിലാണ്. എനിക്കത് മനസ്സിലായി. അതിൽ 3 പേരുടെ കാര്യത്തിൽ നിന്ന് കുറ്റപത്രം സമർപ്പിക്കാത്ത കാരണം നിങ്ങൾക്ക് ബോധ്യമില്ല. വിജയകുമാർ, വാസു, പത്മകുമാർ. ബാക്കി പോറ്റിയും ഗോവർദ്ധനും ബാക്കി ഉദ്യോഗസ്ഥർ ചെയ്ത കുറ്റങ്ങൾ നിങ്ങൾക്ക് സംശയമില്ല. അതെങ്ങനെയാണ് ശരിയാവുക? ആർക്കെതിരെ കുറ്റപത്രമായിട്ടില്ലല്ലോ. അല്ല, അത് ഞാൻ വ്യക്തമായി മറുപടി പറയും. ഈ 3 ആളുകളും, ശ്രീ പത്മകുമാറും അതുപോലെ തന്നെ ശ്രീ വാസുവും അതുപോലെ തന്നെ ശ്രീ വിജയകുമാറും, ഇവർ 3 പേരും ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായി ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. ഇവരെ നിയോഗിക്കുമ്പോൾ ഭരണപരമായ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി അവരുടെ ഉത്തരവാദിത്വമായിരുന്നത്. ആ ഭരണപരമായ കാര്യങ്ങളിൽ അവർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതോ ഇവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മറ്റാളുകളുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ, അതോ അതിനപ്പുറം കടന്ന് ഇവർ ഈ കൊള്ളയ്ക്ക് തന്നെ കൂട്ടുനിന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ആശയ അവ്യക്തത ഞങ്ങൾക്കുണ്ട്, പാർട്ടിയുടെ മുന്നിലുണ്ട്. കൊള്ളയുടെ തീവ്രത എന്താണ് നിങ്ങൾ കളക്കണം, അതിനുശേഷം നടപടി ഉണ്ടാവുകയുള്ളൂ. എനിക്ക് ആദ്യം മുതൽ പറയുന്നതാണ് കാര്യം. ശ്രീ വസന്ത്, സുരേഷ് കുമാർ അത് വ്യക്തത വേണമെന്ന് അല്ലേ? അത് ആദ്യം മുതൽ തന്നെയാണല്ലോ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.